പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 27 നാം ഇപ്രകാരം വായിക്കുന്നു: നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ദൈവവചനമായി നമുക്ക് കിട്ടുന്നതിനുപരിയായി അവിശ്വാസികളും അക്രൈസ്തവരുമൊക്കെ സാധാരണ നിലയിൽ പറയുന്ന ഒരു കാര്യമാണ്: ആർക്കെങ്കിലും നന്മ ചെയ്യാൻ സാഹചര്യമുണ്ടെങ്കിൽ ചെയ്യണം. എന്നാൽ സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവമക്കളോട് അത് എടുത്ത് ഒരു ഉപദേശമായി വ്യക്തമാക്കി പറയുമ്പോൾ ആ വാക്യത്തിൻ്റെ ഗൗരവതയും ഒരു ദൈവ പൈതലിന് ആ വാക്യത്തോടുള്ള ഉത്തരവാദിത്വവും വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന നന്മ അതിന് അർഹരായിരിക്കുന്നവർക്ക് നമുക്കതിനുള്ള പ്രാപ്തി ഉള്ളപ്പോൾ ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മളൊരു ജോലി സ്ഥാനത്തായിരിക്കുന്നു. ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും ആ പൊസിഷനും ഒരു ദോഷമില്ല. എന്നാൽ മറ്റൊരാളെ നമുക്ക് സഹായിക്കാൻ പറ്റും. അത് നമ്മുടെ ബന്ധുവോ സുഹൃത്തുക്കളോ അറിവിൽപ്പെട്ടവരോ ആവണമെന്നില്ല. അർഹനായ ഒരാൾ, അതാരുമായിക്കൊള്ളട്ടെ, ആ ആളിനെ നാം സഹായിപ്പാൻ തയ്യാറാകണം. നഴ്സിംഗ് ഫീൽഡിലുള്ളവർ, മെഡിക്കൽ ഫീൽഡിലുള്ളവർ, ഏത് മേഖലയിലുള്ളവർക്കും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ പൊതുവേ ഒരു വിചാരമുണ്ട്, സാമ്പത്തികമാണെന്ന്. സാമ്പത്തികം മാത്രമാണോ ഒരാളെ സഹായിക്കാൻ പറ്റുന്നത്? പ്രിയമുള്ളവരെ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ 1 കോടി രൂപ കൊടുത്താലും പറ്റാത്ത കാര്യം നമ്മുടെ ഒരു വാക്ക് മതി, നമ്മുടെ ഒരു ആശ്ലേഷം മതി, നമ്മുടെ ഒരു ചേർത്ത് പിടിക്കൽ മതി ആ ആളിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ. നമ്മളിൽ പലരും ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, വളരെ പെട്ടെന്നുണ്ടായ ചില പ്രയാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഉള്ള ഒഴിവാക്കൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വളരെ ആഗ്രഹിച്ചെഴുതിയ പരീക്ഷയിൽ നേരിട്ട പരാജയം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇവയൊക്കെ സാമ്പത്തികം കൊണ്ട് നികത്താവുന്നതല്ല. ആത്മസംയമനം, ക്ഷമ, ദൈവത്തിങ്കലുള്ള അചഞ്ചലമായ വിശ്വാസം, പ്രാർത്ഥന, അതിലുമുപരിയായി ഒരു വലിയ പ്രത്യാശ, ഇത് നമുക്ക് കൊടുക്കണം. കൂട്ടത്തിലും കുടുംബത്തിലും ചുറ്റുപാടും വേദനയിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ നാം അറിയണം. അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകണം. സാൽവേഷൻ ആർമി എന്ന സഭയുടെ പ്രധാനപ്പെട്ട രീതിയെക്കുറിച്ച് പറയാറുണ്ട്. സോപ്പ്
സൂപ്പ് സാൽവേഷൻ. അതാണ് വിശക്കുന്ന വയറിന് സുവിശേഷമല്ല, ശരീരവേദനയ്ക്ക് സുവിശേഷമല്ല. യേശു അങ്ങനെയല്ല ചെയ്തത്. അതെ, വേദനിക്കുന്നവന്റെ വേദന ഒപ്പുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, വിഷമത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവന് ആശ്വാസ വചനം കൊണ്ട് സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞ് വേണം ദൈവവചനം കൊടുത്ത് ബലപ്പെടുത്തി നിലനിർത്തുവാൻ. ഈ പ്രഭാതത്തിൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രായത്തിലുള്ളവരും ആയിക്കൊള്ളട്ടെ, അവരവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമുക്കൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നാം സഹായിച്ചിട്ടുണ്ടോ? കരുതിയിട്ടുണ്ടോ? ഒരു കൈ സഹായം, ഒരു വാക്ക് നാം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി പ്രസംഗിക്കുകയും ഒറ്റ ആരാധന വിടാതെ ദൈവാലയത്തിൽ പോവുകയും കുർബാനകൾ, വിശുദ്ധ സംസർഗ ശുശ്രൂഷകൾ ഒന്നും മുടങ്ങത്തില്ല. നല്ലത് തന്നെ, തുടരുക. പക്ഷേ നാം മുഖാന്തരം ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു ജീവിതത്തിന് ഒരു നന്മ വരുമെന്നുണ്ടെങ്കിൽ, നമ്മെ കൊണ്ടത് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചെയ്യുന്നതാണ് നമ്മൾ ഒരു മാസത്തെ 4 or 5 ആരാധന മുടങ്ങാതെ പോയി സംബന്ധിക്കുന്നതിനെക്കാട്ടിലും അനുഗ്രഹം. അത് ചെയ്തുകൊള്ളുക, മുടങ്ങണ്ട. പക്ഷേ നമുക്കതിനുള്ള സാഹചര്യമുള്ളപ്പോൾ അത് ചെയ്യാതെ കുറെ ആരാധന കൂടിയിട്ടൊരു ഗുണവുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതും ഇന്നത്തെ വാക്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവരവരെ ഒന്ന് ഓർത്തു നോക്കിക്കാട്ട്. നമ്മളൊക്കെ പല പ്രതിസന്ധികൾ കൂടെ കടന്നു പോയവരല്ലേ, ഇപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നവരാ. വളരെ സ്നേഹത്തോടെ ഒരു വാക്ക് ആ സമയങ്ങളിൽ പറഞ്ഞവരെ നമ്മൾ ഉള്ളിൽ എത്ര ബഹുമാനത്തോടെയാണ് ഓർക്കുന്നത്. നമ്മൾ പറയാറില്ലേ, അവർ അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ചെയ്തില്ലായിരുന്നെങ്കിൽ, കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു. നമ്മൾ പിന്നെ അവരെയൊക്കെ അങ്ങ് മറക്കും. നമ്മൾ സ്വന്തം കാലിൽ നിന്നു, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടിയപ്പോൾ വന്ന വഴിയൊക്കെ നമ്മൾ മറക്കും. അതായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മളിന്ന് നിലനിൽക്കുന്നത് ആരൊക്കെയോ ഈ വാക്യം പോലെ നമുക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തയ്യാറായതുകൊണ്ടാണ്. അതുകൊണ്ട് നാം പ്രാപ്തിയുള്ളപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന സഹായം അർഹരായവർക്ക് വേണം നൽകുവാൻ. പേരും പ്രശസ്തിക്കും വേണ്ടി അല്ല, അർഹരായവർക്ക്. നമ്മുടെ തുച്ഛമായ പണമായിരിക്കാം, പണത്തേക്കാൾ ഉപരി നമ്മുടെ ഒരു നല്ല സ്നേഹത്തിൻ്റെ വാക്കായിരിക്കാം, നമ്മുടെ പ്രസൻസ് ആയിരിക്കാം. സഹോദര സഹോദരി, സാരമില്ല, കർത്താവ് തുണയുണ്ട്, വിഷമിക്കണ്ട. അതവരുടെ ഉള്ളിൽ ഒരു വലിയ ആശ്വാസമായി ആഴ്ന്നിറങ്ങും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലൊരു തീരുമാനത്തോടെ ഈ ദിനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ വേണ്ടതുപോലെ ചെയ്തോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അല്ല, പറ്റിപ്പോയി. എനിക്ക് ആരോഗ്യമുണ്ട്, പണമുണ്ട്, വാഹനമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നല്ല സ്ഥാനമാനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതിനനുസരിച്ച് എൻ്റെ മുമ്പിൽ അർഹരായവർ പലരുണ്ടായിട്ടും ഞാൻ ചെയ്യുവാൻ തുനിഞ്ഞില്ല. ആ കുറവിത ഞാൻ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ദൈവമായുസ്സും ആരോഗ്യവും നൽകിയാൽ ഇന്നു മുതൽ ഈ വാഗ്ദത്ത വചനത്തിൻ്റെ ആഹ്വാനപ്രകാരം നിശ്ചയമായും അർഹതപ്പെട്ടവർക്ക് പ്രാപ്തിക്കനുസരിച്ച് ഞാൻ എന്നാൽ ആവുന്നത് പോലെ ചെയ്യും. അങ്ങനെ ഒരു തീരുമാനത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുക. ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മൾ സഹായിക്കുന്ന ആരും നമ്മെ സഹായിക്കുമെന്നോ
തിരിച്ച് സ്നേഹം തരുമെന്നോ ഏതെങ്കിലും വിധത്തിൽ ഒരു ചിരിയെങ്കിലും കിട്ടുമെന്നോ പ്രതീക്ഷിച്ച് ആർക്കും ചെയ്യരുത്. കാരണം നമ്മളും അങ്ങനെയായിരുന്നു. നമ്മൾ അളക്കുന്ന അളവിനാൽ മാത്രമേ അളന്ന് കിട്ടുകയുള്ളൂ. ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആരുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ആ വ്യക്തി, ആ കുടുംബം അതിന് അർഹരാണ്. ഞാനത് ചെയ്യാൻ പ്രാപ്തയുമാണ്. അതുകൊണ്ട് ചെയ്യുന്നു. എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ ദൈവനാമത്തിന് വേണ്ടി ദൈവവചനപ്രകാരം നമ്മാൽ ആവോളം ചെയ്യുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളും വിഷമതകളും സങ്കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് നമ്മൾ പ്രാപ്തരായിട്ട് അർഹരായവരെ സഹായിക്കാമെന്ന് ആരെങ്കിലും ഉള്ളിൽ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് നമുക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നാൽ ആവോളം മറ്റുള്ളവരെ കരുതുവാനും പ്രാർത്ഥിക്കുവാനും ചെയ്യുവാനും ഞാൻ മുതിരും എന്നുള്ള തീരുമാനത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾക്ക് സഹായിക്കുവാനുള്ള പ്രാപ്തിയും അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അർഹരായവർ പലപ്പോഴും ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടും അല്ല, ഞങ്ങൾ കണ്ടിട്ടും ഞങ്ങൾ ചെയ്യാതെ പോയ കുറവ് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവവചനപ്രകാരം ആ വാക്യത്തിന്റെ അന്തരാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ഇതാ പുതു തീരുമാനത്തോടെ അടുത്തു വരുന്നു. ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ അപ്പനവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നന്മ മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്. അത് മറ്റുള്ളവരിലേക്കും പകരുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പുതിയ തീരുമാനമെടുത്ത സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിനർഹരായവർക്ക് നിശ്ചയമായും നാം ചെയ്യണം. അതിൻ്റെ വലിപ്പമോ ആഴമോ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ അല്ല. എനിക്ക് പ്രാപ്തമായത് ഞാൻ ചെയ്തു. തമ്പുരാൻ അത് അംഗീകരിക്കും. അങ്ങനെ ഒരു വചനാധിഷ്ഠിത ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. ജീവജലം കേൾക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് സകല നന്മകളാലും നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.